ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിതേ സ്പോർട്സ് ഗ്യാങ് മൊത്തം സ്കൂളിലേക്ക് വന്നേക്കാണ്. ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. ബിരിയാണി ചലഞ്ച് നടത്താണ് ഞങ്ങൾ ഒരു സ്പോർട്സ് മാറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തലേദിവസം ബിരിയാണി ചലഞ്ചിൻ്റെ തലേദിവസം നമുക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സബോള തൊണ്ട് കളയണം, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ബോളെടുത്ത് കളിക്കുകയൊക്കെ ചെയ്തു ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സബോള നന്നാക്കാൻ പോവാണ്. ഞങ്ങളെ വിളിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് നന്നാക്കാനുള്ള സബോള. എല്ലാവരും ഓടിച്ചാടി പോകണുണ്ടാവും, വെറുതെ ഇരിക്കാൻ പോകുന്നു ഗൈസ്. അല്ല, ഞങ്ങളിത് സബോള കരിയാൻ പോവാണ് ഗൈസ്. സബോള അരിഞ്ഞ് കരിയാൻ പോവാണ് ഗൈസ്. ഞാൻ കരഞ്ഞ് തുടങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സബോളയുടെ തൊണ്ട് കളയാണ്. ഞങ്ങളോട് പറഞ്ഞു തൊണ്ട് മാത്രം കളഞ്ഞാൽ മതി, അരിയണ്ട പറഞ്ഞിട്ടുണ്ട്. അരിയൽ നമ്മുടെ ബിരിയാണി വയ്ക്കുന്ന ടീം വന്നിട്ട് അരിയാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് തൊണ്ട് കളയാണ്. തൊണ്ട് കളയണ സമയത്തിനുള്ളിൽ ഞങ്ങൾ പോയിട്ട് കുറച്ച് പാട്ടൊക്കെ വെച്ച് ഫുൾ ചിൽ മൂഡിൽ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് എന്താ പറയുക, ഓരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ സബോളയുടെ തൊണ്ട് കളയാനായിട്ടായത്. ഒരു 4 മണി 3 മണിക്ക് ആകുമ്പോഴേക്കും തൊണ്ടൊക്കെ അരിഞ്ഞ് കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ മാഷ് പോയിട്ട് പഴംപൊരിയും ചായയൊക്കെ പോയി മേടിച്ചിട്ട് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരാണ് ഗൈസ്. ഞങ്ങളിത് പഴംപൊരിയൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇത് നമ്മുടെ തുളസിയും അറിയാണ്, അവരെന്തൊക്കെയോ പറയാണ്. അപ്പോൾ ഞാൻ പോയിട്ട് ആ സമയത്തിനുള്ളിൽ ഞാൻ പോയിട്ട് കുളിച്ച് അമ്മേനെ പോയി കൊണ്ടുവന്നു ഗൈസ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു 10 മണി 9 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ. അപ്പോൾ അമ്മേനെ പോയി കൊണ്ടുവന്നു. അപ്പം ബിരിയാണി ചലഞ്ച് ഡേയുടെ അന്നത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാഷ് ഞങ്ങൾ ഒരു ക്ലാസ്സിൽ വിളിച്ചിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയായിരുന്നു. കൊണ്ടുപോകേണ്ട സ്ഥലങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അമ്മേനെ പോയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അവരൊക്കെ കൂടിയിട്ട് പോയിട്ടുണ്ട്. ബോയ്സ് എല്ലാവരും പോയി വീട്ടിലേക്ക് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഗേൾസ് മാത്രമുള്ള ഗേൾസ്. ഇനി കുറച്ച് നേരം ഗേൾസ് വൈബാണ്. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി പാട്ടൊക്കെ കേട്ടു. പിന്നെ ജാസിയ അവളെ പാട്ടൊക്കെ പഠിപ്പിച്ച് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളുടെ ടീം. തുളസി, മറിയം, ജാസിയ, ഐഷ, മൂസിന, പിന്നെ കുറേ പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ കൂടി കഴിഞ്ഞാൽ പിന്നെ ഫുൾ വൈബാണ്, ചിൽ മൂഡാണ് ഗൈസ്. ഗൈസ് മമ്മി പോകുന്നു ഗൈസ്. അപ്പോൾ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും നേരത്തെ ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ വന്നേക്കാണ്. അവിടെ ഇപ്പോൾ വിറകൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട് ശരിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അവിടെ ഗൈസ്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഗൈസ് ഞങ്ങൾ വൃത്തിയാക്കിയ സബോള ഗൈസ് കണ്ട. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ മാരിനേറ്റ് വെച്ചിട്ടുണ്ട്. അത് വറുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ തൊണ്ട് കളഞ്ഞ സബോളയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടി സബോളയുടെ തൊണ്ട് കളഞ്ഞിട്ട് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ ചെന്നിട്ട് ഇപ്പം ഞങ്ങൾ എരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ തീയൊക്കെ കത്തിച്ചു. ഇനി നമുക്കതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ ചിക്കൻ വറുക്കുക, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളാണുള്ളത്. ഞങ്ങളല്ല കേട്ടോ, അവരാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇനി അവിടെ ഒരു പരിപാടി ഇല്ല. ഞങ്ങൾ പുറത്ത് ഇരുന്നിട്ട് ഓരോ കഥകളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഉള്ളത് ഇനി അവിടെ പരിപാടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് പാക്കിങ് ചെയ്യാനുള്ളതല്ലോ. നാളേക്ക് അച്ചാർ, സലാഡ് അതൊക്കെ പാക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുള്ള കവറുകൾ എടുത്തിട്ട് ശരിയാക്കി വെക്കുക, അതുള്ളൂ ഞങ്ങൾക്ക്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ സബോളയൊക്കെ ഇട്ടിട്ട് സബോള വാട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് മാച്ച് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഓരോ കഥകളൊക്കെ പറഞ്ഞിരിക്കാനായിട്ട് ഗൈസ്. മാച്ച് എന്തൊക്കെയോ പറഞ്ഞു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഉള്ളിലേക്ക് വന്നിട്ട് ആരെയും മുഞ്ചിട്ട് കിട്ടിയില്ല ഗൈസ്. എൻ്റെ അമ്മയെ ഞെട്ടിയാണ്.
അമ്മയ്ക്ക് തട്ടൊക്കെ കുത്തി കൊടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഡാൻസൊക്കെ കളിച്ചു ഗൈസ്. കുറച്ച് നേരം പാട്ടൊക്കെ വെച്ചിട്ട് പെയറായിട്ട് ഡാൻസൊക്കെ കളിച്ചു. അതിൻ്റെ ഇടയ്ക്ക് പെയറായിട്ട് ഡാൻസ് കളിക്കുന്ന ഇടയ്ക്ക് എൻ്റെ ഫോൺ തെറിച്ച് വീടൊക്കെ ചെയ്തു ഗൈസ്. പറന്നു പോയിട്ട് വീണ്ടും ഒരു സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജാസയുടെ ഉമ്മയൊക്കെ വന്നിട്ട് ഉമ്മിപ്പൊക്കെ വന്നു. ജാസയുടെ ഉമ്മയുടെ കൂടെ അമ്മ വർത്താൻ വന്നിരിക്കുകയാണ്. ഇതേ ഞങ്ങൾ അപ്പോൾ ഡാൻസ് കളി തന്നെയാണ്. ഞാൻ അമ്മ തുള്ളുന്നുണ്ടല്ലേ. ഇത് നമ്മുടെ ജാസയുടെ ഉമ്മ. അങ്ങനെ അതേ ഞങ്ങൾ എല്ലാവരോടും ബായൊക്കെ പറഞ്ഞ് പോവാണ്. തലേ ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ പിറ്റേ ദിവസം രാവിലെ ബിരിയാണി ചലഞ്ച് ഡേ ആണ് ഇന്ന്. അങ്ങനെ അമ്മോടൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് സ്കൂളിലേക്ക്. അവിടെ ചെന്നപ്പോൾ പകുതി പാക്കിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ പിറ്റേ ദിവസം രാവിലെ എത്തുമ്പോഴേക്കും അച്ചാറ് സർലസൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് പണി ഉണ്ടായത് നമ്മുടെ ബിരിയാണിയും ചിക്കനും പാക്ക് ചെയ്യൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതിൽ ഡബർ പാൻ്റ് ഇടുക, പിന്നെ മറ്റേത് മൂടി വയ്ക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ എത്തുമ്പോഴേക്കും. പിന്നെ സർലാസിൻ്റെയും അച്ചാറിൻ്റെയും പരിപാടികളൊക്കെ അവർ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്ന് അതൊക്കെ പാക്ക് ചെയ്യാണ്. ഞങ്ങളുടെ മാഷ് ഫുൾ തിരക്കിലാണ്. എല്ലാ സ്ഥലത്തേക്കും ഓടി നടന്ന് ഇങ്ങനെ ചെയ്യുമായിരുന്നു ഗൈസ്. പിന്നെ നമ്മുടെ HSCത്തെ ടീച്ചേഴ്സൊക്കെ വന്നു കേട്ടോ. അവരൊക്കെ വന്ന് സഹായിച്ചു. കണ്ണടില്ല ഗൈസ്. അങ്ങനെ നമ്മുടെ പാക്കിങ് പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊക്കെ ബിരിയാണി ആക്കാം, അത്രേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമുക്കുള്ളത് ആകെ കൂടി ഉള്ളത് ബിരിയാണി കൊണ്ടു കൊടുക്കാൻ പോകണം. കൂപ്പൺ എടുത്തോടത്തൊക്കെ കൊണ്ടു കൊടുക്കാൻ പോകണം, അത്രയ്ക്കേ ഉള്ളൂ. നല്ല സെറ്റായിട്ട് നമ്മുടെ ബിരിയാണി ചലഞ്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ.